ടെക്സ് ആൻഡ് ക്വിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ലിബർ ഓഫീസ് ഇംപ്രസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഇന്ന് കുട്ടികളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, സെർച്ച് ബാറിൽ ശേഷം ഇംപ്രസ് എന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഈ ഒരു ജാലകത്തിൽ ആവശ്യമായ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെയുള്ള ടെംപ്ലേറ്റ്സ് ആവശ്യമില്ല എങ്കിൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഒരു സ്ലൈഡിൻ്റെ പശ്ചാത്തല നിറം മാറ്റുന്നതിന് വേണ്ടി സ്ലൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ലൈഡ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുക. ആവശ്യമായ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ടൈറ്റിൽ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ടൈറ്റിൽ കൊടുക്കണമെന്ന്. ആ ഒരു ശീർഷകത്തിൻ്റെ കളറും ഫോണ്ട് നെയിമും മാറ്റണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു ശീർഷകം സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ജാലകം കാണുന്നില്ല എങ്കിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വാചകം സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് നെയിമിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഫോണ്ട് നെയിം സെലക്ട് ചെയ്യുക. ഇവിടെ ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യനുള്ള ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് കളർ മാറ്റുന്നതിന് വേണ്ടി ഫോണ്ട് കളർ സെലക്ട് ചെയ്ത് ആവശ്യമായ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് ഒരു ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്സ് നമുക്ക് കളയാം. സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. നമുക്ക് ചിത്രം ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇമേജ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസേർട്ടിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇൻസേർട്ട് മെനു ബാറിലെ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസേർട്ട് ഐക്കണുണ്ട്, ഇൻസേർട്ട് ഇമേജ് ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോഴേ സ്കൂൾ റിസോഴ്സസിലുള്ള അതായത് ചിത്രമാണ് എടുക്കുന്നത്. എക്സാമിന് ഇമേജസ് 9ലുള്ള അതായത് ആനുവൽ എക്സാമിൽ ഇമേജസ് 9ലുള്ള ചിത്രമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ആവശ്യമായ ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കുക. ഒരു പക്ഷേ ഈ ഒരു ടെക്സ്റ്റിന് അനിമേഷൻ നൽകാൻ പറഞ്ഞാൽ ഈ വെൽക്കം എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലുള്ള അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇഫക്ട്സിന് താഴെ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ആവശ്യമായ അനിമേഷൻ ഇഫക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ലൈഡിന് ട്രാൻസിഷൻ നൽകുന്നതിന് വേണ്ടി ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ലൈഡ് ട്രാൻസിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ടെക്സ്റ്റിന് അനിമേഷനും സ്ലൈഡിന് ട്രാൻസിഷനും നൽകാൻ സാധിക്കും. ഈ ഒരു ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതിൽ
exam9 പ്രൊഡക്റ്റ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ നെയിം, രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പേരും നൽകി സേവ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ സ്റ്റുഡൻസ് വർക്കിലാണ് സേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എക്സാമിനെ exam9 പ്രൊഡക്റ്റിൽ തന്നെയായിരിക്കണം സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.